വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരിക വളരെ സങ്കടപ്പെട്ട് റൂമിലേക്ക് പോയി കതക് കുറ്റിയിടുന്നത് കണ്ട് വല്യേച്ചി വല്യേച്ചി എന്നും പറഞ്ഞ് വാതിൽ മുട്ടി ശ്യാമ വിളിക്കുകയാണ്. അന്നേരം നിന്നോടല്ലേ പറഞ്ഞത് എന്നെ ശല്യപ്പെടുത്താതെ പോകാൻ, അതോ ഞാൻ ഇറങ്ങിപ്പോണോ എന്ന് ശാരിക ചോദിക്കുകയാണ്. അന്നേരം വാതിൽ മുട്ടുന്നത് ശ്യാമ നിർത്തുന്നുണ്ട്. തുടർന്ന് ശ്യാമ ചെന്ന് ശാരദാമ്മയോട് പറയുകയാണ് വല്യേച്ചി വന്നിട്ടുണ്ടെന്ന്. ആഹാ, അവൾ വന്നിട്ടുണ്ടോ? ഹോട്ടലിലേക്ക് വന്ന് അവളോടൊരു കൈ സഹായിക്കാൻ പറയും. ഇന്ന് രാജി വന്നിട്ടില്ല, പനിയാണ്, നിനക്കാണെങ്കിൽ പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ ആശ്വസിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശ്യാമ പറയുകയാണ് അതൊന്നും അല്ലമ്മേ, ഒരു കുഴപ്പമുണ്ട്, വല്യേച്ചി തനിയാണ് വന്നിരിക്കുന്നതെന്ന്. അന്നേരം അതിനെന്താ, അവൾ തനിയെ വന്നാൽ എന്താ കുഴപ്പമെന്ന് കാര്യമൊന്നും അറിയാതെ ശാരദാമ്മ തിരക്കുകയാണ്. വല്യേച്ചി ചിലപ്പോൾ അവിടെ നിന്ന് പിണങ്ങിയാണ് വന്നിരിക്കുന്നത്. രാജീവ് സാറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്നെ ദേഷ്യപ്പെടുകയാണ്, ഇനി അങ്ങോട്ട് പോകില്ല എന്നൊക്കെയാണ് വല്യേച്ചി പറഞ്ഞതെന്നൊക്കെ ശ്യാമ കാര്യങ്ങൾ ശാരദാമ്മയോട് പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ആകെ വിഷമമാകുകയാണ്. ചേട്ടാ, ഇതെന്ത് പാടാണ്, ഈ കുട്ടി ഇതെന്ത് ഭാവിച്ചാണ് എന്നൊക്കെ ശാരദാമ്മ ചിന്തിക്കുന്നുണ്ട്. അന്നേരം അവിടേക്ക് ശാന്ത വന്ന് ശാരദാമ്മയുടെ കയ്യിലിരിക്കുന്ന പച്ചക്കറിയൊക്കെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഇന്ന് ഹോട്ടലിൽ ആൾ കൂടുതലാണ്, ആരെങ്കിലും സഹായത്തിന് എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ വന്നോളാം എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമയോട് ശാരദാമ്മ പറയുകയാണ് നുള്ളിന്നും പിച്ചിന്നും പറഞ്ഞ് ഓരോ തവണ നിന്റെ വല്യേച്ചി ഇങ്ങോട്ട് വന്നാൽ എനിക്ക് കൂട്ടിരിക്കാനായിട്ട് പറ്റില്ല. നേരം പാതിരയാകുന്നവരെ എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് ഞാനിവിടെ കുറേ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വണ്ടിക്കാളയെ പോലെ എനിക്കിനി വണ്ടി വലിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളങ്ങ് ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ് ശാരദാമ്മ. അന്നേരം എന്താന്ന് ശാന്ത കാര്യം തിരക്കുന്നുണ്ട്. അന്നേരം ഓരോരുത്തർക്ക് ഭക്ഷണം എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നതിൻ്റെ ലക്ഷണമാണ്, നീ വാ ശാന്തയെന്നും പറഞ്ഞ് ശാന്തയും വിളിച്ചുകൊണ്ട് ശാരദാമ്മ അങ്ങ് ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അന്നേരം അമ്മയെന്നും പറഞ്ഞ് ശ്യാമ പുറകെ വിളിച്ച് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വസുമതിയുടെ വീടാണ്. അവിടെ സിറ്റ് ഔട്ട് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രീതി. ഈ സമയത്ത് പഴങ്ങളും പച്ചക്കറികളുമൊക്കെ വിൽക്കുന്ന അജിതമ്മ എന്ന് പറയുന്ന ഒരു അമ്മുമ്മ അവിടേക്ക് തല ചുമടായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം പ്രീതിയെ കണ്ട് ഗേറ്റിനകത്തേക്ക് കടന്നിട്ട് മോൾ എപ്പോഴാണ് വന്നത്, മോളില്ലാതിരുന്നപ്പോൾ ഞാനിങ്ങോട്ട് വരാറില്ല, ഇവിടെയുള്ളവരാരും മനുഷ്യപ്പറ്റുള്ളവരൊന്നും അല്ല, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ ഈ വില പറഞ്ഞാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, അത് വീണ്ടും വില കുറച്ച് ചോദിക്കുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. പിന്നെ മോളില്ലാത്തതുകൊണ്ട് ഞാനിങ്ങോട്ട് വരാറും ഇല്ലായിരുന്നു. പിന്നെ ഈ പൊരി വെയിലത്ത് നടന്നു വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചില്ലേലും ഒരു തുള്ളി വെള്ളം വേണമെന്ന് പോലും ആരും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രീതിയുടെ സ്നേഹത്തോടു കൂടി അജിതമ്മ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് ചിത്ര വരുന്നുണ്ട്. തുടർന്ന് വീണ്ടും അജിതമ്മ തിരക്കുകയാണ് വസുമതി കുഞ്ഞമ്മയും സത്യാമ്മയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ, വസുമതി കുഞ്ഞമ്മയ്ക്ക് സത്യാമ്മയുടെ മുന്നിൽ നിൽക്കാൻ എന്തൊരു യോഗ്യതയാണുള്ളത്, അവർക്ക് മനുഷ്യപ്പറ്റൊന്നുമില്ല എന്നൊക്കെ സംസാരിക്കുകയാണ് വസുമതിയെക്കുറിച്ച് പരസ്യമായിട്ട്. അന്നേരം ചിത്ര ഇതൊക്കെ ശ്രദ്ധിച്ച് ആകെ ദേഷ്യം വന്ന് ചിത്രയങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. വസുമതിയെ വിളിക്കാനാണെന്ന് തോന്നുന്നു. ഇതേസമയം പ്രീതി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ടെന്ന്. അന്നേരം കുഞ്ഞിൻ്റെ സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല, ഈ പൈനാപ്പിൾ വാങ്ങിച്ചതെന്നും പറഞ്ഞ് ഒരു പൈനാപ്പിൾ എടുത്ത് നീട്ടുന്നുണ്ട്. വിഷമടിച്ചതൊന്നുമല്ല, 3 എണ്ണം 100 രൂപയേ ഉള്ളൂ എന്ന് അജിതമ്മ പറയുന്നുണ്ട്. അന്നേരം എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എന്ന് പറഞ്ഞ് തലകുനിച്ച് പ്രീതി നിൽക്കുന്നുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി, വിശേഷമുണ്ടല്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് അജിതമ്മ പറയുകയാണ്. അതേസമയം ചിത്ര വസുമതിയെയും കൂട്ടി അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം അജിതമ്മ വസുമതിയോട് പറയുകയാണ് വസുമതി കുഞ്ഞമ്മ നല്ല ആളാണ്, പ്രീതിമോൾക്ക് വിശേഷമുണ്ടെന്ന് ആരെയും അറിയിക്കാതെ വച്ചിരിക്കുകയാണല്ലേ, പൈസ ചെലവാകും എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ അജിതമ്മ വസുമതിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം വസുമതി ദേഷ്യപ്പെടുകയാണ്, നിങ്ങളെ ഞാൻ പല്ലക്കിൽ എടുത്തുകൊണ്ട് വരണോ, നിങ്ങൾ വീടുകൾ തോറും പരദൂഷണമല്ലേ വിൽക്കുന്നത്, ഇവിടെ പറഞ്ഞതിരിക്കട്ടെ, ഇനി ഇവിടുത്തെ വിശേഷമൊന്നും വേറെങ്ങും പറയണ്ട, വേറെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഈ നാട് തന്നെ വിട്ട് ഓടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വസുമതി ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നും പറഞ്ഞ് ആ കുട്ടയും സാധനങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് അജിതമ്മ അവിടെ നിന്നും പോകുന്നുണ്ട്. 10ൻ്റെ പൈസ എടുക്കാനില്ലെങ്കിലും പഴക്കച്ചവടക്കാരിയുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് വസുമതി പറയുകയാണ്. അന്നേരം ചിത്ര പറയുകയാണ് ഇത് അവർ പറയുന്നതൊന്നുമല്ല, അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന്. അതിനും പ്രീതിയോട് ദേഷ്യപ്പെടുകയാണ് വസുമതി. സത്യഭാമ കുടുംബത്തിൽ പിറന്നവളാണെന്നും വസുമതി ഇന്നലത്തെ മഴയത്ത് കുരുത്ത തകരയാണ് എന്നൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യവുമില്ല എന്നൊക്കെ വസുമതി പറയുന്നുണ്ട്. അന്നേരം ഞാൻ ആരെ കൊണ്ടും ഒന്നും പറയിപ്പിച്ചില്ല എന്നൊക്കെ കരഞ്ഞ് പ്രീതി പറയുകയാണ്. അവൾ പറഞ്ഞമ്മേ, അജിതമ്മയായിട്ട് പരദൂഷണം പറയുന്നത് ഞാൻ കേട്ടതാണെന്ന് ചിത്രയും ഏറ്റുപിടിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞാലും ഇവള് സമ്മതിച്ചു തരില്ല, കള്ളം പറയുന്ന അമ്മയുടെ മകളല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രീതി ഒരുപാട് വഴക്ക് പറയുകയാണ് വസുമതി.
നീ ഗർഭിണിയാണ് എന്നുള്ളത് വസുമതിയുടെ മുറ്റത്ത് നിന്ന് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണ്ടെന്ന് വസുമതി പറയുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞില്ല എന്ന് പ്രീതി പറയുകയാണ്. അന്നേരം ചിത്ര പറയുകയാണ്, പറഞ്ഞമ്മേ പൈനാപ്പിൾ കഴിക്കാൻ പറ്റില്ല, ഞാൻ ഗർഭിണിയാണെന്നും ഇവൾ പറയുന്നത് ഞാൻ കേട്ടതാണെന്ന്. അന്നേരം പ്രീതിയോട് വസുമതി പറയുകയാണ്, നീ നിന്റെ ഗർഭത്തിൻ്റെ കാര്യം പറഞ്ഞോ, പക്ഷേ അതിൻ്റെ അച്ഛൻ എൻ്റെ മകൻ അർജുനാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ വീട്ടുമുറ്റത്ത് നിന്ന് പറഞ്ഞാൽ മതിയെന്ന് പ്രീതിക്ക് താക്കീത് നൽകുകയാണ് വസുമതി. തുടർന്ന് അവിടെ നിന്ന് കരയുന്ന പ്രീതിയോട് വസുമതി പറയുകയാണ്, നീ എന്ത് കരുതി? DNA ടെസ്റ്റിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയെന്നോ? എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ 4 ദിവസം കാത്തതെന്ന്. അന്നേരം ചിത്ര പറയുന്നുണ്ട്, ഡോക്ടർ നാട്ടിൽ പോയിട്ട് ഇന്ന് എത്തില്ലേ, അമ്മയൊന്ന് വിളിച്ചു നോക്കാൻ. തുടർന്ന് ചിത്രയെ പറഞ്ഞു വിട്ട് വസുമതി തൻ്റെ ഫോൺ എടുപ്പിക്കുകയാണ്. അന്നേരം മോപ്പൊക്കെ ആയിട്ട് പ്രീതി അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, നീ എവിടെ പോകുന്നു, അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പ്രീതിയോട് വസുമതി പറയുകയാണ്. തുടർന്ന് വസുമതി ഡോക്ടറെ ഫോൺ ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തിയോ, എപ്പോൾ വന്നാൽ കാണാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഓൺ ദ വേ ആണ്, ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് ഡോക്ടർ പറയുന്നു. അന്നേരം ഞാൻ DNA ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിനാണ് വരുന്നതെന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം അത് സമ്മതിച്ച് ഡോക്ടർ ഫോൺ വയ്ക്കുകയാണ്. വസുമതിയുടെ സംസാരമൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അവിടെ തന്നെ പ്രീതിയും. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. അവിടെ ശാരദാമ്മ ശാരികയോട് കാര്യം തിരക്കുകയാണ്. പക്ഷെ ഒരക്ഷരം മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ് ശാരിക. ശ്യാമ പറയുന്നുണ്ട്, ചേച്ചി അമ്മ എത്ര നേരമായി കാര്യം ചോദിക്കുന്നു, കാര്യം എന്താണെന്ന് പറയുന്നു. അന്നേരം ശാരിക മിണ്ടുന്നില്ല. തുടർന്ന് ശാരദാമ്മ കൈ ഓങ്ങുകയാണ് അടിക്കാനായിട്ട്. കാള പോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല, ഒറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ശാരദാമ്മ. ഈ സമയത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് കാറിൽ ഗോപാലകൃഷ്ണൻ എത്തുകയാണ്. പുറത്തെങ്ങും ആരും കാണാത്തത് കൊണ്ട് വാതിൽക്കൽ നിന്ന് തന്നെ ശ്യാമേ ശ്യാമേ എന്ന് ഉറക്കെ ഗോപാലകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണന്റെ ശബ്ദം കേട്ട് ചാടി എഴുന്നേൽക്കുകയാണ് ശാരിക. എന്നിട്ട് വീണ്ടും ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോൾ ഓടി പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനെ കണ്ട് സന്തോഷിച്ച് പഠിക്കെ തന്നെ ശാരിക നിൽക്കുകയാണ്. അന്നേരം അച്ഛാന്ന് അവിടെ നിന്ന് ശാരിക വിളിക്കുന്നുണ്ട്. അന്നേരം സന്തോഷത്തോടു കൂടി മോളിങ് വന്നേന്ന് വിളിക്കുമ്പോൾ ഓടി ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാരിക. അച്ഛാന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ഗോപാലകൃഷ്ണനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് ശാരിക. അന്നേരം ശ്യാമയും ചെല്ലുന്നുണ്ട് അച്ഛാന്നും പറഞ്ഞ്. അന്നേരം ശ്യാമയുടെ കവിളിലും തലോടുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് പിണക്കമൊന്നുമില്ലല്ലോ അച്ഛൻ എന്നോടെന്ന് കരഞ്ഞുകൊണ്ട് ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരച്ഛൻ എങ്ങനെയാണ് മക്കളോട് പിണങ്ങാൻ സാധിക്കുക, അച്ഛൻ ഇപ്പോൾ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം ഇതൊക്കെ കണ്ടും കേട്ടും കൊണ്ട് ശാരദാമ്മയും അവിടേക്ക് എത്തുകയാണ്. ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ, മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകാമെന്ന് കരുതിയെന്ന് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം അത് നന്നായി, ഇങ്ങനെയെങ്കിലും ഇവരുടെ വായൊന്ന് തുറന്ന് കിട്ടിയല്ലോ എന്ന് ശാരികയെ നോക്കി ശാരദാമ്മ പറയുകയാണ്. അന്നേരം എന്ത് പറ്റിയെന്ന് ഗോപാലകൃഷ്ണൻ തിരക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഇന്നലെ ഇവിടെ ഒരു ദാമ്പത്യ പൂജ ഉണ്ടായിരുന്നു. ശാരികയ്ക്കും ശാലിനിക്കും ഭർത്താക്കന്മാരോടൊപ്പം ദാമ്പത്യ പൂജ നടത്തി, വിളിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് രാജീവ് അങ്ങോട്ട് പോയി, കുറച്ച് കഴിഞ്ഞാണ് ഇവൾ അങ്ങോട്ട് പോയത്. ഇന്ന് രാവിലെ മുഖവും വീർപ്പിച്ചുകൊണ്ട് വന്ന് കയറിയിരിക്കുന്നു, എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം സ്നേഹത്തോടു കൂടി എന്താ മോളെ കാര്യം, അച്ഛനോട് പറയുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം എനിക്ക് അങ്ങോട്ട് പോണ്ടാന്ന് കരഞ്ഞുകൊണ്ട് ശാരിക പറയുന്നുണ്ട്. അന്നേരം രാജീവ് എന്തെങ്കിലും പറഞ്ഞോ, അതോ വിജയലക്ഷ്മിയോ അമ്മാവനോ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനൊക്കെ ഇല്ല എന്ന് ശാരിക മറുപടി പറയുകയാണ്. എങ്കിൽ പിന്നെ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ രാജീവ് സാറിന് പറ്റിയ പെണ്ണല്ല, രാജീവ് സാറ് വേറെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ശാരിക പറയുകയാണ്. ഇത് കേട്ട് ആകെ ദേഷ്യപ്പെട്ട്, പെണ്ണെ ഞാനൊന്നങ്ങോട്ട് വച്ച് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് കൈ ഓങ്ങിക്കൊണ്ട് ശാരദാമ്മ ചെല്ലുകയാണ്. അന്നേരം ശാരദാമ്മയെ തടുത്തുകൊണ്ട്, നീ ശാരദയെ ഒന്ന് അടങ്ങ്, ഞാൻ മോളോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, മോള് രാജീവ് സാറിന് പറ്റിയ പെണ്ണല്ല, രാജീവ് സാറ് വേറെ കല്യാണം കഴിച്ചോട്ടെ, അതൊക്കെ ശരി തന്നെ, പക്ഷേ മോൾക്കിപ്പോൾ അങ്ങനെ തോന്നാനുണ്ടായ കാരണമില്ലേ, അതെന്താണെന്ന് അച്ഛനോട് പറയേ. ഞാൻ ഇന്നലെ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ രാജീവ് സാറിന് വേറെ കല്യാണാലോചന നടക്കുകയായിരുന്നു എന്ന് സങ്കടത്തോടു കൂടി ശാരിക പറയുന്നു. അന്നേരം ശാരികയെ പിടിച്ചിട്ട് അതെങ്ങനെ നടക്കുമെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നിൽക്കി ഞാൻ ചോദിക്കട്ടെ കാര്യങ്ങളെന്ന്. അന്നേരം മോള് പറയുമ്പോൾ ശാരിക നടന്ന സംഭവം പറയുകയാണ്. ഞാൻ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ പെണ്ണും അവരുടെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അവിടേക്ക് ചെല്ലുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അന്നേരം രാജീവും ഉണ്ടായിരുന്നോ എന്ന് ഗോപാലകൃഷ്ണൻ തിരക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു എന്ന് ശാരിക പറയുകയാണ്. തുടർന്ന് രാജീവ് എന്തു പറഞ്ഞു എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അവരുടെ ഇടയിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയിട്ട്, ഇതാണ് എൻ്റെ ഭാര്യ, ഇതല്ലാതെ എനിക്ക് വേറെ പെണ്ണില്ല എന്ന് എന്നെ ചേർത്ത് പിടിച്ച് രാജീവ് സാറ് പറഞ്ഞു എന്ന് ശാരിക പറയുകയാണ്. അന്നേരം അത് കേട്ട് അങ്ങ് ആശ്വാസമാവുകയാണ് ശാരദാമ്മയ്ക്ക്.
അന്നേരം ശാരിയെ ആശ്വസിപ്പിച്ച് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഇതിനാണോ മോൾ ഇത്രയും പിണങ്ങി നിൽക്കുന്നത്, സാറ് വേറെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറയുന്നതെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അന്നേരം സങ്കടത്തോടെ ശാരിക പറയുകയാണ്, ഞാൻ രാജീവ് സാറിന് ചേർന്ന പെണ്ണല്ല, അതുകൊണ്ടല്ലേ അവർ വേറെ കല്യാണമൊക്കെ ആലോചിച്ചതെന്ന്. ആ കല്യാണാലോചനയ്ക്ക് ശേഷം സാറിനെ സ്നേഹത്തോടു കൂടി നോക്കുമ്പോഴും അതൊരു ഔദാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഭാരവും പേറി എനിക്ക് ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശാരിക. തുടർന്ന് ശാരിക ആശ്വസിപ്പിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഈ ലോകം മുഴുവനും ഇതാണ് നിന്റെ പെണ്ണെന്ന് പറഞ്ഞാലും അവൻ അംഗീകരിച്ചാലല്ലേ നീ അവൻ്റെ പെണ്ണാവുകയുള്ളൂ. അമ്മയെയും അമ്മാവനെയും ഒക്കെ തട്ടിയിട്ട് ഇതാണ് എൻ്റെ പെണ്ണെന്ന് നിന്നെ ചേർത്ത് പിടിച്ചവൻ പറഞ്ഞില്ലേ, അത് മാത്രമാണ് ഒരു സ്ത്രീക്ക് വേണ്ടത്. അത് മാത്രം മതി ഇനിയുള്ള കാലം മൊത്തം ജീവിക്കാൻ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ അവൻ്റെ അറിവോടെ അല്ല ഈ കല്യാണാലോചന നടന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരിക ആശ്വസിപ്പിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ജീവിതത്തിലെ ഒരു തീരുമാനം തെറ്റിയാൽ മതി മൊത്തം താളപ്പിഴകളും വന്ന് നിറയാനെന്ന് ശാരദാമ്മയെ നോക്കി പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ശാരികയോട്. അച്ഛൻ്റെ വിധി എന്തായാലും മോൾക്കുണ്ടാകരുത് എന്നൊക്കെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ ഗോപാലകൃഷ്ണൻ ശാരികയോട് പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ കേട്ട് മനസ്സിലാക്കി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ അച്ഛ എന്ന് കണ്ണു നിറഞ്ഞ് ശാരിക ചോദിക്കുകയാണ്. അന്നേരം ഒരു ചെറിയ തെറ്റ് എന്നും പറഞ്ഞ് ശാരികയുടെ കണ്ണൊക്കെ തുടയ്ക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് മോൾ ഇങ്ങോട്ട് വന്നത് രാജീവ് അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, സാർ കോളേജിൽ പോയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. അന്നേരം വിജയലക്ഷ്മിയും അമ്മാവരും ചോദിക്കുമ്പോൾ ഇല്ല, അവരോടൊന്നും ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ്. അന്നേരം അവരോട് മുഷിഞ്ഞ് മോൾ എന്തെങ്കിലും സംസാരിച്ചിട്ടാണോ വന്നതെന്നും ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ശാരിക പറയുകയാണ്. എങ്കിൽ ഈ പ്രശ്നം നമുക്ക് എളുപ്പം പരിഹരിക്കാമെന്ന് ഗോപാലകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. എങ്കിൽ മോൾ ഒരുങ്ങിക്കോ, അച്ഛൻ കൊണ്ടുപോയി ആക്കാം രാജീവിൻ്റെ വീട്ടിലെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അത് കേട്ടങ്ങ് സന്തോഷമാകുന്നുണ്ട് ശാരദാമ്മയ്ക്കും ശ്യാമയ്ക്കുമൊക്കെ. സന്തോഷം കൊണ്ട് അച്ഛനോ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. അതെ, അച്ഛൻ തന്നെ കൊണ്ടാക്കാം. മോളുടെ വീടൊന്ന് അച്ഛന് കാണുകയും ചെയ്യാമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, ശാരികയ്ക്ക് ചോദിക്കാനും പറയാനുമൊക്കെ ആളുണ്ടെന്ന് വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കും ഒരു തോന്നലും കൂടി ഉണ്ടാകട്ടെ എന്ന് ഗോപാലകൃഷ്ണൻ സന്തോഷത്തോടു കൂടി പറയുമ്പോൾ അച്ഛാന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ കൈപിടിച്ച് കരയുകയാണ് ശാരിക. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്